അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ഡാറ്റാബേസ് സ്കീമ, അതേപോലെ തന്നെ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ്, ഇവെന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലോജിക്കൽ സ്കെൽട്ടൺ ഡാറ്റാബേസിൻ്റെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നു. 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ. അതേപോലെ തന്നെ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഡാറ്റാബേസിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് ഡാറ്റ മോഡൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ മോഡൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡാറ്റ മോഡൽസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡാറ്റ മോഡൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ എന്തായാലും ഈ മൊഡ്യൂൾ കഴിയുമ്പോൾ അവസാനം ഒന്നുകൂടെ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്തു തരാം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് ആണ്. കുറേ ടൈപ്പുള്ള ഡാറ്റ മോഡൽസ് ഉണ്ട്, അത് മുഴുവൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു ലോജിക്കൽ സ്ട്രക്ചർ, ഡാറ്റാബേസിൻ്റെ ലോജിക്കൽ സ്ട്രക്ചർ തന്നെയാണ് ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരിക്കലും സ്കീമയും ഡാറ്റ മോഡലും ഒന്നല്ല കേട്ടോ. ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ലോജിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ കൂടെ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പ്, എത്ര ടേബിൾസിനെ കാണിക്കുന്നുണ്ടാവും, കൺസ്ട്രെയിൻസ്, ടേബിൾസിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ്, അതായത് കൺസ്ട്രൈൻസ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ് കൊടുക്കൂലേ നമ്മൾ ഓരോ ഫീൽഡിന്. അതായത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ എന്താ പറയുക, സ്റ്റുഡൻ്റ് ID അവരുടെ പ്രൈമറി കീ ആണ്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സ്, അത് ഞാൻ കൺസ്ട്രെയിൻസ് ആയിട്ട് നോട്ട് നള്ളെന്ന് കൊടുക്കുകയാണ്. ഒരിക്കലും അത് നള്ളാക്കി വെക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്ട്രെയിൻസുകൾ ഇതിനൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നും ഡാറ്റ വാല്യൂസിന് വിഡ്രോ ചെയ്യുന്നത്, ഇത്തരം ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് സ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഒരു ലോജിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, റിലേഷൻഷിപ്സ്, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ടേബിൾസ് തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു ആ കാര്യങ്ങൾ, അതേപോലെ തന്നെ കൺസ്ട്രെയിൻസ്, കണ്ടീഷനുകൾ, അതേപോലെ ഡാറ്റ ആക്സസിങ്, ഇതെല്ലാം നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും ഡാറ്റ മോഡൽസിലൂടെ. ഓക്കെ, ഇതിന് ഈ ഡാറ്റ മോഡൽസ് എങ്ങനെയാണ് വരയ്ക്കുക? ഇപ്പോൾ ഞാൻ ഒരു ഡെവലപ്പറാണ്, എനിക്ക് ഡാറ്റ മോഡൽ എൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ വരയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ടൈപ്പ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് വെച്ച് നമ്മൾ എന്താ ചെയ്താൽ മതി, ഡാറ്റ മോഡൽ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അത് ഏത് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ആ ഒരു പ്രോഗ്രാമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് എന്നാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോണത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഡാറ്റ മോഡൽസ് ആണ് ഈ 5 കാറ്റഗറീസ്. ദാറ്റ് ഈസ് ഒന്ന് റിലേഷണൽ മോഡൽ, ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഇങ്ങനെ 5 ടൈപ്സിലാണ് ഡാറ്റ മോഡൽസ് ഉള്ളത്. നമുക്ക് ഓരോ മോഡലും എന്താന്ന് നോക്കാം. ഫസ്റ്റത്തേതാണ് റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡൽ ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. റിലേഷണൽ മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇനി ഇവിടെ ഈ ഒരു ഡാറ്റാബേസ് എടുക്കുന്ന അത്രയും നിങ്ങൾ റിലേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ടേബിൾസ് ആണ്. ടേബിൾസിന് ഇവിടെ നമ്മൾ പറയുന്ന ടേം ആണ് റിലേഷൻസ്. അപ്പോൾ റിലേഷണൽ മോഡൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ ഡാറ്റാബേസിലുള്ള ഡാറ്റ വാല്യൂസിനെ ടേബുലർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുക. ഓക്കെ, അതായത് റിലേഷണൽ ഡാറ്റ മോഡൽ ആകുമ്പോൾ നമ്മൾ റോ ആയിട്ടും കോളം ആയിട്ടും ലൈക്ക് ഒരു ടേബിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ എന്നാണ് പറയുക. ഇതൊരു റിലേഷണൽ ഡാറ്റ മോഡലിന് എക്സാമ്പിൾ ആണ്. കണ്ടോ, ഒരു ടേബിൾ ആണ് സ്റ്റുഡൻറ് ID, അതേപോലെ തന്നെ ഫസ്റ്റ്. ഇപ്പോൾ ഈ ഒരു 3 ടേബിളും നമ്മളുടെ ഡാറ്റാബേസിലുള്ള ടേബിൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടേബിളിലുള്ള ഫീൽഡ് എന്തൊക്കെയാണ്, സ്റ്റുഡൻറ് ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, 3 ഫീൽഡുകളുള്ള ഒരു ടേബിൾ ആണ് ആദ്യത്തെ ടേബിൾ. രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത് പ്രൊവൈഡർ ID, പ്രൊവൈഡർ നെയിം, അങ്ങനെ 2 ഫീൽഡുകളുള്ള രണ്ടാമത്തെ ടേബിള്. മൂന്നാമത്തതിൽ 4 ഫീൽഡ് ഉണ്ട്, സ്റ്റുഡൻറ് ID, പ്രൊവൈഡർ ID, ടൈപ്പ് ഓഫ് പ്ലാന്, സ്റ്റാർട്ട് ഡേറ്റ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ആരോസ് കാണുന്നില്ല, അതായത് പ്രൊവൈഡർ ID എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻറ് ID എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് വിച്ച് മീൻസ് നമ്മൾ അപ്പുറത്തെ നമ്മുടെ ഡാറ്റാബേസിൽ കിടക്കുന്ന ഈ പ്രൊവൈഡർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, രണ്ടാമത്തെ ടേബിളിന്റെ പേര് പ്രൊവൈഡർ എന്നാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ പ്രൊവൈഡർ എന്ന് പറയുന്ന ടേബിളിലുള്ള പ്രൊവൈഡർ ID ആണ് മൂന്നാമത്തെ ടേബിളിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളവിടെ ഒരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ട, ഇവിടെ നിന്ന് നമ്മൾ അതിനെ റെഫർ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫസ്റ്റത്തെ ടേബിൾ നിങ്ങൾ സ്റ്റുഡൻറ് ടേബിൾ ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻറ് ID തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ടേബിളിൽ എടുത്തിട്ടുള്ള സ്റ്റുഡൻറ് ID. പക്ഷേ അവിടെ നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഡാറ്റ വാല്യൂസ് ഒക്കെ സെയിം ആണ്. ഇവിടെ നിന്നുള്ളതിനെ നമ്മൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്തേക്കുവാണ് ചെയ്യുന്നത്. ഈ റെഫറൻസസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് 3rd മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ടേബിൾസിനെ നമ്മൾ ടേബിളറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആ ടേബിളറായിട്ടുള്ള റെപ്രസെന്റേഷൻ മാത്രമല്ല, അവ തമ്മിലെ റിലേഷൻഷിപ്പും നമുക്ക് റിലേഷണൽ ടേബിളിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വേറൊരു എക്സാമ്പിളും ഇതുപോലെ വരച്ചിട്ട് ഒരു റിലേഷണൽ മോഡലാക്കി നിങ്ങൾ വരച്ചു നോക്കുക. ഓക്കെ. രണ്ടാമത്തേതാണ് ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ. ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ഡാറ്റ റെക്കോർഡ്സിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയും. ട്രീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനൊരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, ചൈൽഡ് നോഡ്സ് ഉണ്ടായിരിക്കും, അല്ലേ? എഗെയിൻ അതിന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും ചൈൽഡ് നോഡ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ പഠിച്ചതാണ് ട്രീ. അതേപോലത്തെ നമ്മൾ ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറയും. അപ്പോൾ അതിനൊരു പാരന്റ്, അല്ലെ, ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, ഒത്തിരി ചിൽഡ്രൻസ് ഉണ്ടായിരിക്കും, ചിൽഡ്രൻസിൽ തന്നെ ഒരു പാരന്റിന് തന്നെ 2 ചിൽഡ്രൻസ് ആണെങ്കിൽ സിബ്ലിങ്സ്, അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലൊരു ട്രീ ലൈക്ക് റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ എന്നാണ് നമ്മൾ പറയുക. ഇതൊരു ഹൈറാർക്കിക്കൽ മോഡലിന് എക്സാമ്പിൾ ആണ്. കണ്ടോ, ഒരൊറ്റ പാരന്റിനോടാണുള്ളത്, ലിവിങ് എന്നാണ് പേര്. തൊട്ട് താഴെ ഉള്ളതൊക്കെ ഗോറില്ലാസ്, അതേപോലെ തന്നെ ഹ്യൂമൻസ്, ചിമ്പാൻസീസ് ഒക്കെ അതിന്റെ കാറ്റഗറി, അതിന്റെ ചിൽഡ്രൻസ് ആണ്. എഗെയിൻ ഗോറില്ലാസിൽ തന്നെ വീണ്ടും 2 കാറ്റഗറീസ് ഉണ്ട്, ചിമ്പാൻസിൽ വീണ്ടും 2 ചിൽഡ്രൻസ് ഉണ്ട്, ഹ്യൂമൻസിന് 1 ചിൽഡ്രനേ ഉള്ളൂ. ഇത്തരത്തിലൊരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, നമ്മൾ ഡാറ്റാബേസിലുള്ള വാല്യൂസിനെ പാരന്റ് ചൈൽഡ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ എന്ന് നമ്മൾ പറയും. ഓക്കെ. അപ്പൊ ഇതാണ് ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ. അടുത്തതാണ് നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. ഈ നെറ്റ്വർക്ക് ഡാറ്റ മോഡലിനെ നമുക്ക് ഏതാണ്ട് ഹൈറാർക്കിക്കൽ പോലെ നമുക്ക് പറയാൻ പറ്റും. ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡലിൽ ഒരൊറ്റ പാരന്റ് ആണ് റൂട്ട് പാരന്റ് ആയിട്ട് ഉണ്ടായിരിക്കുക, ബാക്കിയൊക്കെ പിന്നെ അതിന്റെ ചിൽഡ്രൻസ് ആണ്. അപ്പോൾ റൂട്ട് പാരന്റ് 1 ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ അങ്ങനെയല്ല. ഒരുപക്ഷെ പാരന്റിനോട് 1 ആവാം, അല്ലെങ്കിൽ മോർ ആവാം. ഓക്കെ, ഒന്നുകിൽ സിംഗിൾ പാരന്റ് ആവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാരന്റ് ആവും. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മൾ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയും. ഏതാണ്ട് ഏതുപോലെ തന്നെയാണ്, ഹൈറാർക്കിക്കൽ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? അതിൽ മേ ബി എന്നല്ല, അതിൽ സിംഗിൾ പാരന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒന്നുകിൽ സിംഗിൾ പാരന്റ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാരന്റ് ആവാം. ഓക്കെ. അപ്പോൾ ദെൻ അതേപോലെ തന്നെയാണ് ചിൽഡ്രൻസും. മേ ബി 1 ചിൽഡ്രൻ ആവാം, അല്ലെങ്കിൽ 2 ചിൽഡ്രൻസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഡാറ്റാബേസിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡെവലപ്പേഴ്സ് ചൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഡാറ്റ മോഡലാണ്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ എപ്പോഴും നെറ്റ്വർക്ക് മോഡലാണ് ഡെവലപ്പേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഇതൊരു നെറ്റ്വർക്ക് മോഡലിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഒരു വെൻഡർ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ എംപ്ലോയി, കസ്റ്റമർ, പ്രോഡക്റ്റ്, ഇതൊക്കെ ഓരോ ടേബിൾസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ 3 ടേബിളിൽ നിന്നുമാണ് ലാസ്റ്റത്തെ സെയിൽസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടേബിൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഒരൊറ്റ പാരന്റിൽ നിന്നല്ല, 3 പാരന്റ്സിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ തൊട്ട് മുന്നുള്ളതോ വെൻഡർ എന്ന് പറയുന്ന സിംഗിൾ പാരന്റിൽ നിന്നാണ് ആ 3 ചിൽഡ്രൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഡാറ്റാബേസിലെ ടേബിൾസ് ആണ് കേട്ടോ. അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നെറ്റ്വർക്ക് മോഡൽ റെപ്രസെന്റേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അടുത്തതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ വളരെ ഫെമിലിയർ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. ഇതിന്റെ പ്രത്യേകത പേര് പോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രൊസീജിയറൽ ഓറിയന്റഡും അതേപോലെ തന്നെ ഒന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡും. ഇതിൽ ഈ പ്രൊസീജിയറൽ ഓറിയന്റഡിൽ വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ലൈക്ക് C++ മുതൽ അങ്ങോട്ടേക്ക് ജാവ, C#, പൈത്തൺ, PHP ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡലാണ്. വിച്ച് മീൻസ് ഒരുപാട് കോൺസെപ്റ്റുകൾ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് അതെല്ലാം. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, അതൊക്കെ ഓരോ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് എഴുതുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കോഡിനെ നമുക്ക് എന്ത് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡലിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഒബ്ജക്റ്റ് ആക്കി എടുക്കാം, ക്ലാസ്സിനെ നമുക്ക് ക്ലാസ് ആക്കിയിട്ട് എടുക്കാം, ദെൻ അതിലെ റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെവലപ്പേഴ്സ് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റ മോഡലായിരിക്കും. അപ്പോൾ അതിന് തന്നെ ഒത്തിരി ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് മൾട്ടിമീഡിയ ഡാറ്റാബേസ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റ മോഡലിൽ തന്നെ
മൾട്ടിമീഡിയ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിലായിരിക്കും ഈ മീഡിയ, ഇമേജസ് അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസ് ആണ് ആക്ച്വലി മൾട്ടിമീഡിയ ഡാറ്റാബേസ്. ഹൈപ്പർ ടെക്സ്റ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇപ്പോൾ HTML പഠിച്ചു അല്ലെ, ഹൈപ്പർ ലിങ്ക് മാർക്കപ്പ് ലാംഗ്വേജ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ AHREF ഒക്കെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് ലിങ്ക് ചെയ്ത് പോയിക്കുകയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ലിങ്കിങ് ആയിട്ടുള്ള ഡാറ്റാ വാല്യൂസിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസ് ആണ് ആക്ച്വലി ഹൈപ്പർ ടെക്സ്റ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസസിന് എക്സാമ്പിൾ ആണ് കേട്ടോ, ഈ മൾട്ടിമീഡിയ ഡാറ്റാബേസും അതേപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ഡാറ്റാബേസും ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റ മോഡൽ എങ്ങനെയാണെന്ന് കാണാം. ഇതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റ മോഡലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ 2 ഒബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റ് 1, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് 2. ഫസ്റ്റ് വൺ സെയിൽസ് റിപ്പോർട്ടിന്റെ ഒരു ക്ലാസ് ആണ്, രണ്ടാമത്തത് സെയിൽസ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ എത്ര പറഞ്ഞാലും ഒരു പക്ഷേ മനസ്സിലാവില്ല. നിങ്ങൾ ജാവ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ സെയിൽസ് റിപ്പോർട്ടും സെയിൽസ് ആക്ടിവിറ്റി ഒക്കെ ഓരോ ക്ലാസ്സുകളാണ്. അങ്ങനെ ഒരുപാട് ഒരു 10-15 ക്ലാസ് ഒക്കെ, ഒരു 10-15 അല്ല, ഒരു 30-35 ക്ലാസ്സസ് ഒക്കെ എന്തായാലും നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ട് അവർ എടുത്തിട്ടുള്ള 2 ക്ലാസ്സസ് ആണ് സെയിൽസ് റിപ്പോർട്ടും സെയിൽസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത, അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ, ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. പക്ഷേ ഈ ഒരു ക്ലാസ് വെറുതെ അങ്ങ് വർക്ക് ചെയ്യൂല. നമ്മൾ വെറുതെ കുറെ മെത്തേഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യമില്ല, അതൊരിക്കലും നമ്മൾ റൺ ചെയ്താൽ എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ അത് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ക്ലാസ് ജീവനുള്ളതാവുള്ളൂ. അതുവരെ അതൊരു ഒരു ശവം പോലെയാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അത് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല. അതിന് എപ്പോഴാണ് ജീവൻ വരുന്നത്? ആ ഒരു ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്ജക്റ്റ് എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴേ അത് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു സെയിൽസ് റിപ്പോർട്ടിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിൽസ് ആക്ടിവിറ്റിയുടെ ഒബ്ജക്റ്റ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ കണ്ടോ, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കൂ, സെയിൽസ് റിപ്പോർട്ടിലുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണ്? മന്ത്, പ്രോഡക്റ്റ് കോഡ്, വെൻഡർ, റവന്യൂ. ഈ 4 വേരിയബിൾസ് ഈ സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിന് എപ്പോഴാണ് വാല്യൂസ് കിട്ടുന്നത്? അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷമുള്ള ആ ഒരു ടേബിളിന്റെ ചേഞ്ച് ആണ് ഇപ്പുറം കൊടുത്തിട്ടുള്ളത്. മന്ത്ലി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രോഡക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്, വെൻഡർ കൊടുത്തിട്ടുണ്ട്, റവന്യൂ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വാല്യൂസ് വരുന്നത് എപ്പോഴാണ്? ആ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു ഒബ്ജക്റ്റും ക്ലാസ്സുമായിട്ടുള്ള ഈ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ ഡാറ്റാബേസിനെ വരക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റ മോഡൽ എന്ന് പറയും. അപ്പോൾ ഇതിൽ നോക്കൂ, ക്ലാസ് നെയിം ആണ് സെയിൽസ് റിപ്പോർട്ട്, അടുത്ത ക്ലാസ് നെയിം ആണ് സെയിൽസ് ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ ഒബ്ജക്ട് മോഡൽ എന്തുണ്ടായിരിക്കും? ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും. തൊട്ട് താഴെ ഇങ്ങനെ ജസ്റ്റ് ഒരു കോളം പോലെ കൊടുത്തിട്ട് അതിലുള്ള വേരിയബിൾസ്, നിങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് നിങ്ങൾ കൊടുക്കുക. ഇത്തരത്തിൽ ദെൻ രണ്ടും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് ഒരു പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് രണ്ടും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഡാറ്റ മോഡൽ എന്ന് പറയും. ഇതിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പ്രോഗ്രാം വൈസ് ഞാൻ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇതേ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടേം കിട്ടുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്തത് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ. ഓക്കെ, ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു കോമ്പിനേഷൻ ആണ്. ഒബ്ജക്റ്റ് മോഡലും അതേപോലെ തന്നെ നമ്മൾ റിലേഷണൽ മോഡലും പറഞ്ഞില്ലേ, രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതിന്റെ ഒരു ഔട്ട്കം വരുന്നത് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു മൂന്നിന്റെയും ഒരു റിസൾട്ടന്റ് ആണ് ശരിക്കും ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് മോഡൽ നോക്കാം. ഒബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, റിലേഷൻ എന്ന് പറയുമ്പോൾ ടേബിളർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, രണ്ടും വരുന്നതാണ്. നോക്കൂ, ഇതൊരു ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡലാണ്. പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയാൻ കാരണം കണ്ടില്ലേ, ഓരോന്നിന്റെ മുകളിൽ ഇങ്ങനെ ജെൻഡർ, ഓർഡർ ലൈൻ, ഐറ്റം, വെൻഡർ എന്ന് കൊടുത്തു. ഇതൊക്കെ എന്താണ്? ക്ലാസ് നെയിം ആണ് അല്ലെ. തൊട്ട് താഴെ വെൻഡർ ID, വെൻഡർ നെയിം, ലൈൻ ക്വാളിറ്റി, ഇതൊക്കെ എന്താണ്? വേരിയബിൾസ് ആണ്. അപ്പോൾ ഇതെന്ത് മോഡലായി? ഒബ്ജക്റ്റ് മോഡലായി. ഇനി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, ഒരു ടേബിളർ ആയിട്ടാണ് 3 കോളം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതിൽ PK എന്ന് കാണിച്ചിട്ടുള്ളത് പ്രൈമറി കീ എന്നാണ് കേട്ടോ. ഓർഡർ ID ഒരു പ്രൈമറി കീ ആണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ബാക്കി വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം അതൊരു യൂണീക്ക് ഐഡന്റിഫയർ ആണല്ലോ. FK1 തൊട്ടുള്ളത് ഫോറിൻ കീ എന്നാണ്. അതായത് ഇവിടെ ഉള്ള എന്തോ കീ കണ്ടോ, തൊട്ട് ഇതിലുള്ള കോസ്റ്റ് സെന്ററിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? ഫോറിൻ കീ ആണ്. മനസ്സിലായില്ലേ? ഫോറിൻ കീ ആണത്. അപ്പോൾ ഇവിടെ ഫോറിൻ കീ ആവുമ്പോൾ അത് ഈ ടേബിളിൽ പ്രൈമറി കീ ആവും. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, 3rd മൊഡ്യൂളിലൊക്കെ. അപ്പോൾ നിങ്ങൾ പ്രൈമറി കീ, ഫോറിൻ കീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എട്ടണ്ട. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേബിളിൽ ആ ഒരു ഫീൽഡ് ആയിരിക്കും യുണീക്ക് ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരാണെങ്കിൽ
നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരല്ല നമ്മൾ പ്രൈമറിക്കായി ഉപയോഗിക്കുക, നിങ്ങളെ റോൾ നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് ഒരെണ്ണല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ആക്ച്വലി പ്രൈമറി കീ എന്ന് പറയുന്നത്. അതാണ് ഈ PK എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. FK എന്ന് പറഞ്ഞാൽ ഫോറിൻ കീ ആണ്. അതായത് ആ കീ വേറെ എവിടെ ആ ഒരു ഫീൽഡ് ഉണ്ടല്ലോ അത് വേറെ ഇവിടെ ടേബിളിലോ റെഫർ ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ അതിന്റെ റെഫറൻസ് കണ്ടോ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് അവിടെ FK എന്ന് കൊടുത്തത്. അങ്ങനെ റെഫറൻസ് പോകുന്നതൊക്കെ നമ്മൾ FK എന്ന് കൊടുക്കും, യുണീക്ക് ഐഡന്റിഫയർ ആയിട്ടുള്ളതൊക്കെ നമ്മൾ PK എന്ന് കൊടുക്കും. അതാണ് ഫസ്റ്റ് കോളം. രണ്ടാമത്തെ കോളത്തിൽ എന്താണ് റെപ്രസെന്റ് ചെയ്തത് നമുക്ക് മനസ്സിലായില്ലേ, ക്ലാസ്സിലുള്ള വേരിയബിൾസ്. ഇപ്പോൾ ഓർഡറിലാണെങ്കിൽ ഓർഡർ ID, പർച്ചേസ് ഡേറ്റ്, വെൻഡർ ID, കോസ്റ്റ്, അതേപോലെ തന്നെ കോസ്റ്റ് സെന്റർ ID, ഇതൊക്കെയാണ് വേരിയബിൾസ് ആയിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്ത്. മൂന്നാമത്തെ തന്നെ ഡാറ്റ ടൈപ്പ് ആണ്. ടൈപ്പ് 1, ടൈപ്പ് 2 എന്നേ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഡാറ്റ ടൈപ്പ് ആണ്. ഇങ്ങനെ കോളമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ റിലേഷണൽ എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ ഒബ്ജക്റ്റ് മോഡലിൽ പറയുന്നു ക്ലാസ് നെയിം മോളിൽ കൊടുക്കും. കേട്ടോ, ഓർഡർ എന്നിട്ട് ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്, അതിലുള്ള ഫീൽഡുകളാണ്. സോ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്നാണ് പറയുക. ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റിലേഷണൽ മോഡൽ. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുക. അടുത്തതാണ് ER മോഡൽ. ER മോഡൽ എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വരപ്പിക്കുന്ന മോഡൽ ആക്ച്വലി ER മോഡലാണ്. നിങ്ങളോട് ER ഡയഗ്രം വരച്ച് കൊണ്ടുതരാനാണ് നമ്മൾ പറയുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ER മോഡൽ. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ ഈ ഡാറ്റ മോഡൽ. രണ്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ER മോഡൽ, അതിലുള്ള കുറേ നൊട്ടേഷൻസ്, അതെങ്ങനെ വരക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ER മോഡൽ എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. അപ്പോൾ അതിൽ നമുക്ക് എൻറ്റിറ്റി എന്താണെന്ന് അറിയണം അല്ലേ. എൻറ്റിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എൻറ്റിറ്റി ആണ്, കാരണം എനിക്കൊരു പേരുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ്സ് ഉണ്ട് അല്ലേ, അങ്ങനെയുള്ള എനിക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു എൻറ്റിറ്റിയാണ്. നിങ്ങളൊരു എൻറ്റിറ്റിയാണ്, സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻറ്റിന് ID ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, അഡ്രസ്സ് ഉണ്ടായിരിക്കും, കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും, ക്ലാസ് ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ചെയർ ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. അതേപോലെ തന്നെ ഡോർ ഒരു എൻറ്റിറ്റിയാണ്. അങ്ങനെ നമുക്ക് ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റൻസ് ഉള്ള എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. കോളേജ് ഒരു എൻറ്റിറ്റിയാണ്, കാർ ഒരു എൻറ്റിറ്റിയാണ്, ബൈക്ക് ഒരു എൻറ്റിറ്റിയാണ്. കാരണം ബൈക്കിന് കളർ ഉണ്ടായിരിക്കും, മോഡൽ ഉണ്ടായിരിക്കും, ബൈക്കിന് നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എൻറ്റിറ്റീസ് ആണ്. അപ്പോൾ എൻറ്റിറ്റി ആണ് ER ഡയഗ്രത്തിൽ E എന്ന് പറയുന്നത് എൻറ്റിറ്റി ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയുമായി ഉള്ള ബന്ധം, കണക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് R എന്ന്, റിലേഷൻഷിപ്പ് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. നൊട്ടേഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എൻറ്റിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. സ്റ്റുഡൻറ്റ് നമ്മൾ റെക്ടാങ്കിളിനുള്ളിൽ എഴുതി, അപ്പോൾ ഇതൊരു എൻറ്റിറ്റി ആണ്. അഡ്രസ്സ്, ഏജ്, ID, നെയിം, ഇതൊക്കെ സ്റ്റുഡൻറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണല്ലേ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ശ്രദ്ധിക്കുക, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻറ്റിറ്റീൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓവൽ ഷേപ്പിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റിയാണ്, ആട്രിബ്യൂട്ട്സ് ആണ് ഈ 4 എണ്ണം. റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമണ്ട് സിമ്പിൾ ആയിട്ടാണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡയമണ്ട് സിമ്പിൾ ആയിട്ടാണ് റിലേഷൻഷിപ്പിനെ കാണിക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയിൽ മാത്രം നമുക്ക് റിലേഷൻഷിപ്പ് കാണിക്കാൻ പറ്റൂല, 2 എൻറ്റിറ്റീസ് മിനിമം വേണം. 2 എൻറ്റിറ്റീസിന് ഇടയിലുള്ള ബന്ധത്തെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുക. അത് നമ്മൾ ഡയഗ്രാം വഴി കാണിക്കുന്നത് എന്ത് സിമ്പിൾ ഇട്ടിട്ടാണ്, ഡയമണ്ട് സിമ്പിൾ ഇട്ടിട്ടാണ്. ഇവിടെ നോക്കൂ, ഇതൊരു എക്സാമ്പിൾ ആണ് ER ഡയഗ്രത്തിന്റെ. സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റി ആണെന്ന് മനസ്സിലായി, കോളേജ് ഒരു എൻറ്റിറ്റി ആണെന്ന് മനസ്സിലായി അല്ലേ. കാരണം അത് നമ്മൾ റെക്ടാങ്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. സ്റ്റുഡൻറ്റിന്റെ ഫീച്ചേഴ്സ്, സ്റ്റുഡൻറ്റിന്റെ അഡ്രസ് ഉണ്ട്, നെയിം ഉണ്ട്, സ്റ്റുഡന്റ് ID ഉണ്ട്, അതൊക്കെ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ട് നമ്മൾ ഓവൽ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്തു. കോളേജിനും 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കോളേജ് നെയിമും കോളേജ് IDയും. അത് ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ട് നമ്മൾ ഓവൽ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്തു. രണ്ടും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. സ്റ്റഡി ഇന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു, റിലേഷൻഷിപ്പിനുള്ളിൽ കൊടുത്തു. അതെന്താണ്, നിങ്ങൾ കോളേജും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻ ആണ്. അത് റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ ഡയമണ്ട് സിമ്പലിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ ER ഡയഗ്രം എന്ന് പറയുക. ഇപ്പോൾ ER മോഡലും 5ാമത്തെ ഡാറ്റ മോഡലാണ്. ഡാറ്റാബേസിലുള്ള ഡാറ്റ വാല്യൂസിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡാറ്റ മോഡലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞത് ഫുള്ള് ഡാറ്റ മോഡൽസ് ആണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഡാറ്റ മോഡൽസ്? ഫസ്റ്റ് നമ്മൾ റിലേഷണൽ മോഡൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഏത് മോഡലായിരുന്നു? റിലേഷണൽ മോഡൽ കഴിഞ്ഞിട്ട് നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ പറഞ്ഞു. അതേപോലെ നെറ്റ്വർക്ക് മോഡൽ പറഞ്ഞു, ഒബ്ജക്റ്റ് മോഡൽ പറഞ്ഞു, ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ER മോഡൽ. ഇത്രയാണ് നമ്മൾ ഡാറ്റാബേസിന്റെ ലോജിക്കൽ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ മോഡൽസ്. ഓക്കെ.